നീ എന്താ പറഞ്ഞത്? പല്ലുവേദന വരുമ്പോ നീ തരുന്ന ഗുളിക കഴിച്ച് എന്റെ ആരോഗ്യം നശിപ്പിക്കണമെന്നല്ലേ? എടി, ആരോഗ്യത്തിന് ഒരു ദോഷവും വരുത്താതെ പല്ലുവേദന മറ്റെനിക്കറിയാം. മന്ത്രവാദമാണോ അതോ കൂടോത്രമാണോ? ഒന്നുമില്ല. എടി, നീ പറയുന്ന പെയിൻ കില്ലറൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യരിവിടെ ജീവിച്ചിരുന്നു. അന്നുള്ള മനുഷ്യർക്കും പല്ലുണ്ടായിരുന്നു. ആ പല്ലുകൾക്കും വേദന വരുമായിരുന്നു. അപ്പൊ അവരെന്താ ചെയ്തോണ്ടിരുന്നത്? എന്താ? ശരീരത്തിന് ഒരു ദോഷഫലങ്ങളും ഇല്ലാതെ പല്ലുവേദന മാറ്റാനുള്ള രീതികളും അവർക്കറിയാമായിരുന്നു. അതേത് വഴിയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഈ മരുന്നൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് നീ പഠിക്കേണ്ടത്. പണ്ടത്തെ ആളുകൾ മുറുക്കാറുണ്ടായിരുന്നതൊക്കെ അറിയാം. എന്തിനായിരുന്നു അവർ മുറുക്കിയിരുന്നത്? പല്ലുവേദന വരാതിരിക്കാനായിരിക്കും. പല്ലിനും വായ്ക്കും ശ്വാസകോശത്തിനും ആമാശയത്തിനും ഒക്കെ നല്ലതായിരുന്നുകൊണ്ട് മുറുക്കാൽ ഉപയോഗിക്കുന്ന വെറ്റില ദഹനത്തിനും ശ്വാസകോശത്തിനൊക്കെ നല്ലതായിരുന്നു. അതൊന്നും നിനക്കറിയില്ല. പിന്നെ വെറ്റിലയിൽ പോയിട്ടൊന്ന് ചുണ്ണാമ്പോ ബഹുവിശേഷം. നീ സ്ഥിരമായി വാങ്ങുന്ന ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം എന്താ? കാൽസ്യം കൂടുതലുള്ള പേസ്റ്റ് എന്നല്ലേ? എന്തിനാണ് ഈ കാൽസ്യം? പല്ലിനും എല്ലിനും ബലം ഉണ്ടാവാൻ. അപ്പൊ അത്ര കണക്കറിയാം, കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിലും. ഞാൻ പറഞ്ഞ എല്ലും പല്ലും ബയോളജിയാണ്. ഈ ചുണ്ണാമ്പ് പറഞ്ഞ എന്താ? കാൽസ്യം കാർബണേറ്റ്. അതായത് പല്ലിന് ആവശ്യമുള്ള കാൽസ്യം ടൂത്ത് പേസ്റ്റിനേക്കാൾ കൂടുതലുള്ളത് ചുണ്ണാമ്പിലാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളൊരു മുറുക്കുമ്പോ ചുണ്ണാമ്പ് തേക്കുന്നത്. ശരി, ഇപ്പോഴത്തെ കാര്യം പറ. നമ്മൾ മുറുക്ക് നിർത്തി ടൂത്ത് പേസ്റ്റിന്റെ പിറകെ പോകാൻ തുടങ്ങിയപ്പോ നമ്മുടെ പല്ലിന്റെ ബലം പോയി തുടങ്ങി. പല്ലുകൾ കേടായി തുടങ്ങി. ഇപ്പോ ഈ പല്ലുവേദനയൊക്കെ സ്ഥിരമായി വന്നു തുടങ്ങി. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? മുറുക്കാനാ? അതെ, ഞാൻ മുറുക്കാൻ പോകുന്നു. എന്റെ അമ്മ പല്ലുവേദന വരുമ്പോ മുറുക്കാറുണ്ടായിരുന്നു. മുറുക്കാൻ നല്ല ഔഷധ ഗുണമുള്ളതാ. മോഹനേട്ടാ, വന്ന് മുഴുവൻ ഭ്രാന്തായോ മോനേട്ട? ഈ മുറുക്കാൻ ശരീരത്തിന് ദോഷമാണെന്നറിയാത്ത കൊച്ചു കുട്ടി പോലും ഇല്ല നമ്മുടെ നാട്ടില്. അത് പുകയില കൂട്ടി മുറുക്കുമ്പോ. ഞാൻ പുകയില കൂട്ടാതാണല്ലോ മുറുക്കാൻ പോകുന്നത്. വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും മാത്രം, മൂന്നും കൂട്ടി മുറുക്കാന്ന് കണ്ടിട്ടില്ലേ നീ? മോഹനേട്ടാ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണി ചെയ്യാൻ നിൽക്കരുത്. ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഇനിയിപ്പോ ചെയ്തെന്തിനാ? ശീല താമ്പൂല ചർവണം ദേവതകൾക്ക് പോലും വിധിക്കപ്പെട്ടിട്ടുള്ളതാ. അപ്പൊ മനുഷ്യർക്കാവാം. സാറേ, സാറേ, ബാക്കി വന്നിട്ടെന്ന്. ഈ മനുഷ്യൻ എന്ത് ഭാവിച്ചാണ്? ഇവിടെ കിട്ടിയ കിട്ടാതെ പിന്നെ ഇവിടെ പോവാനോ സാറേ? സാധനമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ശങ്കരൻകുട്ടിയുടെ പോക്കുവരവിന്റെ കാര്യം സാറേ അത് നോക്കാൻ ഞാൻ പറഞ്ഞതില്ലേ? നോക്കിയ പോരെ സാറേ, സാറ് ശരിയാക്കി തരണം. സാറ് മുറുക്കുന്നു പറഞ്ഞപ്പോ ഗോവിന്ദൻകുട്ടിയുടെ കടയിൽ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞു വാങ്ങിച്ചതാണ് ഞാനിത്. നല്ല ഒന്നാം തരം വെറ്റിലയും നല്ല പാലക്കാടൻ അടക്കയും നല്ല ഫസ്റ്റ് ക്ലാസ് ചുണ്ണാമ്പും അല്ലേ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എത്ര രൂപയായി? 25 രൂപ. ഈ 25 രൂപ എന്ന് പറഞ്ഞത് വളരെ കൂടുതലാ. 5 രൂപയുടെ മുറുക്കാൻ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. 5 രൂപയ്ക്ക് ചുണ്ണാമ്പ് മാത്രമേ കിട്ടുള്ളൂ സാറേ. ജീവിതത്തിൽ ആദ്യമായിട്ട് സാറ് മുറുക്കയില്ലേ, അപ്പൊ ഇത്തിരി ആഘോഷമായിട്ടങ്ങ് മുറുക്കാം. പിന്നെ ആ 25 രൂപ എനിക്ക് വേണ്ട, ഞാനത് സഹിക്കും. ആ 25 രൂപ ഉത്തമം സഹിക്കണ്ട. ഉത്തമം മുടക്കിയത് സ്നേഹം കൊണ്ടല്ല എന്നെനിക്കറിയാം. ശങ്കരൻകുട്ടിയുടെ പോക്കുവരവുള്ള കൈക്കൂലിയാണത്. എവിടെ? അത് നടക്കില്ല. ഇത് 5 രൂപയിലേ ഉള്ളൂ. അല്ല, അത് വേണ്ട സാർ, ഇരുന്നോട്ടെ. എന്തുവാ? എല്ലാം ഉണ്ട് സാറ്. ആദ്യം വെറ്റിലെടുത്തിട്ട് ഈ ഞെട്ട് ഒടിച്ചു കാണണം. അതിനകത്ത് ശേഷം ആദ്യം അടയ്ക്ക എടുത്ത് വെച്ച് ഇങ്ങനെ ചെറുതായിട്ട്. എന്തുവാ? അയ്യോ,
ചുണ്ണാമ്പെടുത്ത് ഈ വെറ്റിലേല് ഇങ്ങനെ. അയ്യോ സാറേ, കുറച്ച് ചുണ്ണാമ്പ് മതി. ഇങ്ങനെ തേക്കണം. ഇത്തരം ചുണ്ണാമ്പ് വേണ്ട സാറേ, കുറച്ച് മതി. പോരത്തമാ ഉത്തമൻ കെമിസ്ട്രി പഠിക്കുന്ന ചുണ്ണാമ്പിൽ നിറയെ കാൽസ്യമാണുള്ളത്. കാൽസ്യം പല്ലിന് വളരെ നല്ലതാണ്. കൂടുതൽ കാൽസ്യമുള്ള ടൂത്ത് പേസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് രാവിലെ കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഇങ്ങനെ വായിൽ വാരി തേച്ചാ പോരെ സാറേ? ഓഹോ, അയ്യോ എന്ത് സാറേ? പുള്ളിയാ 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 ചെറുതായിട്ട്. സാരമല്ലേ സാറേ, ഈ പൊള്ളലിന്റെ വേദനയില്ലേ ഈ പല്ല് വേദന അങ്ങ് മറക്കാം. ഇപ്പൊ പല്ല് വേദന കുറഞ്ഞില്ലേ സാറേ? അല്ല സാറേ, ഈ ശങ്കരൻകുട്ടിയുടെ പോക്കരുവിന്റെ കാര്യം നടക്കൂലെന്നാ? അയ്യോ സാറേ, അങ്ങനെ പറയില്ല സാറേ. അല്ല അപ്പൊ സാറേ, ഞാൻ ഒരു 11 മണിക്ക് ഓഫീസിലോട്ട് വരാമേ. അപ്പൊ സാറിന്റെ പല്ല് വേദനയൊക്കെ മാറി സാർ അവിടെ കാണുമല്ലോ. ഓക്കെ. വേദനക്കുണ്ട്. ഇപ്പോ അവള് രണ്ടെണ്ണം പറയണം. എവിടെ? എന്നെയാണെങ്കിൽ ഞാനിവിടെ ഉണ്ട്. ഇപ്പോൾ മനസ്സിലായോ? നീ തരുന്ന പെയിൻ കില്ലറുന്ന കൊടും വിഷമില്ലാതെ തന്നെ പല്ലുവിന് മാറും. ഉത്തമം കൊണ്ടുവന്ന മുറുക്കാറിന് ചെറുതായിട്ട് ചവച്ചു തുടങ്ങിയപ്പോൾ തന്നെ പിടിച്ചു കിട്ടിയ പോലെ പല്ല് വരുന്നു. എന്താണ് മിണ്ടാത്തത്? പണ്ട് കാലത്തുണ്ടായിരുന്ന മനുഷ്യരെ പോലെ ഉമ്മിക്കരിയും മാവിലേക്ക് വെച്ച് പല്ലി വെച്ചിരുന്നെങ്കിൽ ഒരു പല്ലുവേന നമുക്കുണ്ടാവുമായിരുന്നില്ല. അതുപോലെ പുകയില കൂട്ടാതെ മുറുക്കുന്നത് ശരീരത്തിന് വളരെ വളരെ നല്ലതെന്ന് മനസ്സിലായില്ലേ? ഓ, അങ്ങനെ മനസ്സിലായെങ്കിൽ നല്ലത്. അതിന് എന്നോട് എന്തിനാണ് ഒച്ച വയ്ക്കുന്നത്? ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ മോഹനായിട്ട് മുറുക്ക് തുടങ്ങും. നിനക്കെന്താ സംശയം? നാളെ മുതൽ രാവിലെയും വൈകുന്നേരം ഞാൻ മുറുക്കും. അത്ര സമയം ബായിക്കൊരു ജോലിയാകുമ്പോ വഴക്കിത്തിരി കുറയുമായിരിക്കും. അല്ല, മോഹനായിട്ടാകുന്ന ഒരു പ്രശ്നമല്ലല്ലോ. മുറുക്കാൻ വായിലിട്ടുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ അലർച്ച പോയി നടത്തുന്നത്. ഇതെന്താ? ഹലോ, അയ്യോ എന്നിട്ട്? ഓ, ഞാനാ വരുന്നത്. ഓ, ഈ ആൾക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ട് ആൾക്കാരെ മെനക്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നെ, എന്താവും? എന്തു വയ്ക്കില്ലേ സാറേ? എന്താ സാറേ കാര്യം? എന്തു പറ്റി സാറിന്? എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഉത്തമ. ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടില്ല, ഉമിക്കിരി മാവിലയും വെച്ച് പല്ല് തേച്ചിട്ടില്ല, കാൽസ്യം കാർബണേറ്റിന്റെ ഗുണങ്ങൾ അറിഞ്ഞൂടാ. സാറേ എന്താ പറ്റിയത്? എന്തുവാ? എന്താ അടയ്ക്ക് എവിടെന്നാ വാങ്ങിയത്? തലയ്ക്ക് പിടിച്ചത്. ഞാൻ പറഞ്ഞതാണ് സാറേ, ശീലമില്ലാത്ത പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അപകടമാവുന്നു. എന്ത് പറ്റി? ഒന്നും പറ്റില്ല. ഇപ്പോ പല്ലുവേദനയില്ല. പല്ലുവേദന മാറിയോ? മാറിയതല്ല, പിന്നെ തല തറയിലിടിച്ച് ചതഞ്ഞപ്പോ തലയ്ക്കായി കൂടുതൽ വേദന. ഈ 2 വേദനകളുള്ളപ്പോ ഒരു ചെറിയ വേദന നമ്മളങ്ങ് മാർക്കും, മറ്റേതെങ്ങനെ കയറി നിൽക്കും. നമുക്കൊന്ന് ആശുപത്രി പോകണോത്തമ്മ. തലയിൽ നല്ല ചതവുണ്ട്. എവിടെ നോക്കട്ട്? പക്ഷേ ആശുപത്രിക്കാര് പെയിൻ കില്ലർ തന്നാലോ? പല്ലുവേദനയ്ക്ക് കഴിക്കാൻ പാടില്ലാത്ത മരുന്ന് തലവേദനയ്ക്ക് കഴിക്കാവോ എന്തോ? സാറേ വേഗം റെഡിയായിട്ട് വാ, നമുക്ക് ഉടനെ ആശുപത്രി പോവാം. അത് കഴിഞ്ഞ് സാറിന് ഓഫീസിൽ പോകാനുള്ളതാണ്. മറ്റേ ശങ്കരൻകുട്ടിയുടെ പോക്കുവരവിന്റെ കാര്യേ.
വക്കീലെ സാറിനൊരു ഷർട്ടും മുണ്ടും കൊടുത്ത് റെഡിയാക്കി ഞാൻ പുറത്തേക്കാം. സാറേ ആഫീസിൽ പോക്ക് മുടക്കരുത്. ലീവ് എടുക്കാത്ത സാറാണ്. പെട്ടെന്ന് വരണം, ഞാൻ വെളിയിക്കാം. ഞാൻ വെളിയിൽ നിൽക്കുവേ. മോഹൻ എഴുന്നേക്ക. രാവിലെയും വൈകിട്ടും മുറുക്കണമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇനി ജന്മതി അമ്മോർക്കില്ല. താമ്പൂല ചർവണം ദേവകൾക്കും വിധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ദേവലോകത്ത് നല്ല അടക്കി കിട്ടും, ഈ കേരളത്തിൽ കിട്ടില്ലെന്നേ. ദേവലോകം പോലെയല്ല ഭൂമിയെന്നും ഭൂമിയിൽ തന്നെ വിശേഷിച്ച് കേരളമെന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ദേവന്മാർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാമെന്ന് മനുഷ്യർ കരുതുന്നതും തെറ്റാണ്. പല്ല് ഉമിക്കിരി കൊണ്ടാണോ ടൂത്ത് പേസ്റ്റ് കൊണ്ടാണോ തേക്കേണ്ടത് എന്ന തർക്കത്തിൽ ഇടപെടാതെ പല്ല് തേക്കുന്നത് നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. പുതിയൊരു കഥയുമായി കാര്യം നിസാരം നാളെ രാത്രി 9 മണിക്ക്.